പഴുത്ത മാങ്ങയാണ്. നൊസ്റ്റാൾജിയൊക്കെ കഴിഞ്ഞു, നമ്മുടെ പച്ചമാങ്ങയൊക്കെ കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ മുറിക്കാൻ പോകുന്നത് പഴുത്ത മാങ്ങ. അപ്പൊ പച്ചമാങ്ങ മുറിക്കല്ല, പച്ചയല്ല പഴുത്ത മാങ്ങ. പച്ചമാങ്ങനെക്കാട്ടി ഈസി ആയിരുന്നു പഴുത്ത മാങ്ങ കേട്ടോ. കാരണം വേഗം മുറിക്കാൻ പറ്റി. എനിക്ക് അത്ര മുറിക്കാൻ അറിയാത്ത ഞാൻ നോക്കട്ടെ. ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ മാങ്ങയൊക്കെ ഒരുമാതിരി മുറിച്ചു. ആഷ്ല ഉപ്പുമുളകും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്, വേറെ പണിയൊന്നുമില്ലാതെ. അപ്പോൾ നമ്മൾ മാങ്ങ ചെറുതാക്കുവാണ്. ആഷ്ലിക്ക് പച്ചമാങ്ങ ഇഷ്ടമില്ലാന്നാണോ അല്ല പഴുത്ത മാങ്ങ ഇഷ്ടമില്ലാന്നാണ് ആഷ്ല പറയുന്നത്. എന്തായാലും കഴിച്ചു വെക്കുവാണ് ആള്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിച്ചു വെക്കാൻ പോണേ. അതല്ല ഇത് പച്ചമാങ്ങ കഴിച്ചു വെക്കാം. ഭക്ഷണം പച്ചമാങ്ങ ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. പച്ചമാങ്ങ പഴുത്ത മാങ്ങ ഒട്ടും ഇഷ്ടമില്ല. അപ്പോൾ കഴിച്ചോക്കാം. ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറഞ്ഞു വേസ് കഴിച്ചോക്കാൻ പറഞ്ഞു. ആവശ്യം സമ്മതിച്ചില്ല. ഞാൻ പച്ചമാങ്ങ പച്ചമാങ്ങ മുറിക്കാനായിട്ട് കുറേ സമയം എടുത്ത്. പഴുത്ത മാങ്ങ തന്നെ നമ്മൾ ഒരു ലാഗേ എടുത്തുള്ളൂ. ഒറ്റ ലാഗ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണേ. അപ്പം മുറിച്ചോണ്ട് ഞാൻ ചെറിയ പീസ് പഴുത്ത മാങ്ങ എടുത്ത ഉപ്പുമുളക് വിയേർഡ് കോമ്പിനേഷൻ. ഒരുമാതിരി തോന്നും, എന്നാലും കുഴപ്പമില്ല, നൈസാണ്. അപ്പം നിങ്ങൾ വിയേർഡ് കോമ്പിനേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമ്മൊരു ചാനലിൽ കണ്ടാണ് വിയേർഡ് കോമ്പിനേഷൻസ് ഒക്കെ ഉള്ള ഒരു ചാനലുണ്ട്. നമുക്ക് വലിയ ചലഞ്ച് ഇടാവുന്നതായിരിക്കും. സോ പിന്നെ നമ്മ പുതിയൊരു ചാനൽ ഇടുന്നുണ്ട്. പേരെന്തായിരുന്നു? റെഡു ആൻഡ് ആഷ്നാസ്. അത് നമ്മൾ തീരുമാനിച്ചിട്ടുള്ള കറക്റ്റായിട്ട്. എന്നാലും ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം തുടങ്ങും. അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ ചിലപ്പോൾ വിയേർഡ് കോമ്പിനേഷൻ ചലഞ്ച് ഇടാനുണ്ടാവും. സോ മാങ്ങ വെച്ചാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചാണോ എന്ന് അറിയില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.